ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കടുമാങ്ങ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. വളരെ രുചികരമായിട്ടുള്ളൊരു കടുമാങ്ങ. ഇപ്പോൾ കടുമാങ്ങയുടെ സീസണല്ലേ, മാങ്ങയെല്ലാം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്കത് പൊട്ടിച്ച് ഇതുപോലെ നന്നായി വെള്ളത്തിലിട്ട് നന്നായി കഴുകി ഒന്നങ്ങോട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വാർത്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചില്ലിൻ്റെ ഭരണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിതാ ഒരു കപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ മാങ്ങയുടെ ഞെട്ടിയെല്ലാം പൊട്ടിച്ച് പകുതി മാത്രം ഞെട്ടി അവിടെ നിർത്തിയതിന് ശേഷം ഇങ്ങനെയെല്ലാം പൊട്ടിച്ചെടുത്ത് നമുക്ക് ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ ചുണയെല്ലാം ഈ ഭരണിയിലേക്ക് വീഴുന്ന വിധത്തിൽ ചുണയെല്ലാം കളയാതെ ആ ചുണയോട് കൂടി തന്നെ നമുക്ക് ഈ ഭരണിയിൽ ഇട്ട് വെക്കാം. ഇപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് നമുക്ക് കല്ലുപ്പണ്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 കപ്പ് കല്ലുപ്പ് ഇട്ടതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റുഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 15 ദിവസം മാറ്റി വെക്കാം കേട്ടോ. 15 ദിവസം കഴിയുമ്പോഴേക്കും വയസ്സായവരുടെ തൊലിയെല്ലാം ചുക്കിച്ചുളിയുന്നത് പോലെ ഈ മാങ്ങയും ചുക്കിച്ചുളിഞ്ഞ് വരും. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒരു 1/4 കപ്പ് ഉലുവ, 2 കിലോ മാങ്ങയുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒരു 1/4 കപ്പ് ഉലുവ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. കണ്ടോ, ഒന്ന് വറുത്ത് ഉലുവ പൊട്ടുമ്പോഴേ ഇത് ഇറക്കി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്കൊരു 1/4 കപ്പ് കടുകും ഇട്ട് വറുത്ത് പൊട്ടുമ്പോൾ എടുത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഉലുവയും കടുകും ഇതുപോലെ തന്നെ വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. പൊട്ടി വരുന്ന സമയത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് കൊണ്ട് എടുത്തിട്ട് ഇറക്കി വെക്കുക ചൂടാറാനാണ്. മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 1/2 കപ്പ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 കപ്പ് കാശ്മീരി മുളകും പൊടി അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി മുളകും പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ കാശ്മീരി മുളകും പൊടിയും കൂടി നമുക്ക് വറുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് അതും നമുക്ക് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. ആ പാനിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ചൂടായാൽ നല്ലെണ്ണ 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് നല്ലെണ്ണ, അതും എള്ളെണ്ണയാണ് കേട്ടോ, എള്ളാട്ടിയ എണ്ണയാണ്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം തിളച്ച് വരുന്ന സമയത്ത് അത് ഇറക്കി ചൂടാറാനായിട്ട് അതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉപ്പിലിട്ട ആ കടുമാങ്ങ ഒന്ന് നോക്കാം. ഉപ്പിലിട്ട കടുമാങ്ങയുടെ ഭരണി നമുക്ക് എടുത്ത് കൊടുത്തതിന് ശേഷം അത് തുറന്ന് അതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് ആ തുണിയെല്ലാം മാറ്റി നോക്കാം കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്കൊന്ന് കാണണ്ടേ. 15 ദിവസത്തിന് ശേഷം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. കണ്ടോ, ഉപ്പൊക്കെ അലിഞ്ഞ് അതിൻ്റെ വെള്ളത്തിൽ അതങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് കിടക്കുകയാണ്. കണ്ടില്ലേ. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് ആ വെള്ളം ഒന്നും കൊണ്ട് വാർത്ത് കളയാം. വെള്ളം നമുക്ക് വാർത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. മാങ്ങയെല്ലാം ഇതുപോലെ കൊട്ടി അരിപ്പയിലിട്ട് ഊറ്റി മാറ്റി വെക്കാം. കണ്ടില്ലേ, വെള്ളം വേറെ വെക്കാം, മാങ്ങ നമുക്ക് വേറെ വെക്കാം. ഇനി നമുക്കൊരു കുഴിയുള്ള ഒരു ബൗൾ എടുത്തതിന് ശേഷം ആ ബൗളിലേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ച നമ്മുടെ മുളകും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളകും പൊടിയും അത് മൂന്നും കൂടി ചേർത്ത പൊടിയും പിന്നെ നമുക്ക് കടുകും ഉലുവയും കൂടി ക്രഷ് ചെയ്തെടുത്ത പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കടുമാങ്ങ ഇതിലേക്ക് നമുക്ക് ചെരിഞ്ഞു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്യണം കേട്ടോ. ഒരു തവി വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഈ മസാല ഇതിൻ്റെ മീതേക്ക് പിടിക്കുന്ന ലെവലിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കായത്തിൻ്റെ പൊടി വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കഷ്ണം കായം തിളപ്പിച്ചത് ചൂടാറിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം മാറ്റി വെച്ച നമ്മുടെ ഉപ്പുവെള്ളം നമുക്കിതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സാക്കി എടുക്കാം.
നല്ല കുറുകിയിട്ടുള്ള ഒരു പരുവമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ നമുക്കെടുക്കാം. ഞാനിവിടെ കുറച്ച് ലൂസാക്കിയിട്ട് എടുക്കുന്നത്. കുറച്ചുകൂടെ ഉപ്പുവെള്ളം ഒന്ന് ഇതിലേക്ക് ചേർത്ത് മാങ്ങക്ക് മീതെ കുറച്ച് നിൽക്കുന്ന വിധത്തിലായിട്ടാണ് ഭരണിയിലിട്ട് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ നന്നായി ഉപ്പുവെള്ളം ഒഴിച്ച് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയെല്ലാം ഇറങ്ങി മാങ്ങയിൽ പിടിക്കണം. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പുവെള്ളമായതിനാൽ അതിൽ ഉപ്പുണ്ടാവും, പക്ഷേ ഈ മാങ്ങയിൽ ഉപ്പ് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതാ കണ്ടില്ലേ, കുറച്ചുകൂടി ലൂസാക്കി എടുക്കാനായിട്ട് ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മാങ്ങ ഉപ്പിലിട്ട് വെച്ച ആ ഭരണിയിലേക്ക് നമ്മുടെ ഈ മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ എല്ലാ മാങ്ങയും നമുക്ക് ഭരണിയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇതിലേക്ക് വെച്ച് മാറ്റി വെച്ച നമ്മുടെ എണ്ണ ഉണ്ടല്ലോ, ആ ഈ നല്ലെണ്ണ ഇതിൻ്റെ മീതേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം കണ്ടില്ലേ, ഇതിൻ്റെ മീതെ ആ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒഴിക്കണ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായി തോന്നുന്നുണ്ട്, കാണുന്നില്ല, കുറച്ചേ കാണിക്കുന്നുള്ളൂ. കണ്ടോ നല്ലെണ്ണ കെട്ടി നിൽക്കുന്നത്? നമ്മൾ ചൂടാക്കി വെച്ച ആ നല്ലെണ്ണ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് ഒഴിച്ച് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ അടച്ചിട്ട് നമുക്ക് എടുത്ത് വെക്കാം. ഒരു 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. വളരെ രുചികരമായ ഒരു കടുമാങ്ങ റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ, കടുമാങ്ങ ഇതാ പഴയതുപോലെ തന്നെ ഒരു തുണി വെച്ച്, കോട്ടൺ തുണി വെച്ച് കെട്ടി അടപ്പൊക്കെ ഇട്ട് വെക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, നാളെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.